ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ചൊല്ലി ഒരാളുടെ ജീവൻ രക്ഷിച്ച കഥ ഗുഡ്നസ് ചാനലിലൂടെ ഇതിനോടകം നിങ്ങളൊക്കെ കേട്ടിരിക്കും. ഈ ഒരു സംഭവത്തെക്കുറിച്ച് ഏതാണ്ട് 1 വർഷം മുമ്പ് ഞാൻ വായിച്ചതാണ്. കേൾക്കാത്തവർക്കായി ഞാനതൊന്ന് പങ്കുവയ്ക്കാം. അമേരിക്കയിലെ പെൻസിൽവേനിയയിൽ നടന്ന അവിശ്വസനീയമായ ഒരു സംഭവത്തിന്റെ സാക്ഷ്യമാണ് ഇപ്പോൾ ലോകമെമ്പാടുമുള്ള വിശ്വാസികൾക്കിടയിൽ വലിയ ചർച്ചയാകുന്നത്. താൻ പോലും അറിയാതെ ചൊല്ലിയ ഒരു കുഞ്ഞു പ്രാർത്ഥന ഒരാൾക്ക് ജീവൻ തിരികെ നൽകിയതിൻ്റെ അനുഭവം പങ്കുവച്ചിരിക്കുന്നത് ജോൺ പെട്രോവിച്ച് എന്ന വ്യക്തിയാണ്. അമേരിക്കയിലെ ഗ്രീൻ ട്രീ നിവാസിയായ ജോൺ പെട്രോവിച്ച് തൻ്റെ പതിവ് പാതയിൽ നിന്ന് മാറി മറ്റൊരു വഴിയിലൂടെ ജോഗിംഗ് നടത്തുകയായിരുന്നു. അപ്പോഴാണ് ഒരു വീടിന് മുന്നിൽ ആംബുലൻസ് കിടക്കുന്നത് അദ്ദേഹം കണ്ടത്. ഞാനൊരു ഡോക്ടറല്ല, ആ വീട് ആരുടേതാണെന്നും എനിക്കറിയില്ല. അതിനാൽ ഞാൻ ഓട്ടം തുടർന്നു. പക്ഷേ മനസ്സിൽ ആ വീടിനുള്ളിലുള്ള വ്യക്തിക്കായി ഒരു നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ചൊല്ലി. അതിനെക്കുറിച്ച് പിന്നീട് ഞാൻ ചിന്തിച്ചതേയില്ല, ജോൺ പറയുന്നു. തൊട്ടടുത്ത ആഴ്ച അതേ വഴിയിലൂടെ വീണ്ടും ഓടുകയായിരുന്നു ജോൺ. പെട്ടെന്ന് ഒരു സ്ത്രീ ഓടി വന്ന് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ തിരിക്കുകയും നിങ്ങൾ എൻ്റെ ജീവൻ രക്ഷിച്ചുവെന്ന് വികാരാധീനയായി പറയുകയും ചെയ്തു. ആദ്യം പരിഭ്രമിച്ച ജോൺ തനിക്ക് ആ സ്ത്രീയെ അറിയില്ലെന്നും എങ്ങനെയാണ് താൻ ജീവൻ രക്ഷിച്ചതെന്നും ചോദിച്ചു. അപ്പോൾ അവർ നൽകിയ മറുപടി ജോണിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു കളഞ്ഞു. കഴിഞ്ഞ ആഴ്ച എന്നെ ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഞാൻ മരിക്കുകയാണെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അപ്പോൾ യേശു എനിക്ക് പ്രത്യക്ഷപ്പെട്ടു. അവിടുന്ന് തൻ്റെ കൈപ്പത്തി എനിക്ക് നേരെ നീട്ടി. യേശുവിൻ്റെ ഉള്ളം കൈയിൽ നിങ്ങളുടെ മുഖം ഞാൻ കണ്ടു. അവിടുന്ന് എന്നോട് പറഞ്ഞു, നീ മരിക്കാൻ പോവുകയായിരുന്നു, എന്നാൽ ഈ മനുഷ്യൻ നിനക്കായി നടത്തിയ പ്രാർത്ഥന കാരണം നീ ജീവിക്കും. ഈ അനുഭവം തൻ്റെയും കുടുംബത്തിൻ്റെയും പ്രാർത്ഥനാ ജീവിതത്തിൽ വലിയൊരു മാറ്റം വരുത്തിയെന്ന് ജോൺ പറയുന്നു. മറ്റുള്ളവർക്കായി നാം നടത്തുന്ന മധ്യസ്ഥ പ്രാർത്ഥനകൾ ദൈവം എങ്ങനെയാണ് പ്രവർത്തിപ്പിക്കുന്നതെന്ന് നമുക്ക് ഊഹിക്കാൻ പോലും കഴിയില്ലെന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നു. പിറ്റ്സ്ബർഗ് രൂപതയിലെ ഫാദർ ജോ ഫ്രീഡിയുടെ മിസ്റ്ററീസ് ഓഫ് ദി റോസറി എന്ന വീഡിയോ പരമ്പരയിലൂടെയാണ് ഈ അത്ഭുത സംഭവം പുറംലോകം അറിഞ്ഞത്. വിപത്തുകൾ കാണുമ്പോഴോ ആംബുലൻസിൻ്റെ സൈറൻ കേൾക്കുമ്പോഴോ ഒരു ചെറിയ പ്രാർത്ഥന ചൊല്ലുന്ന ശീലം എത്രത്തോളം വലുതാണെന്ന് ഈ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മധ്യസ്ഥ പ്രാർത്ഥനകൾക്ക് നമ്മൾ വിചാരിക്കുന്നതിലും വലിയ ശക്തിയാണുള്ളത്. മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണല്ലോ മധ്യസ്ഥ പ്രാർത്ഥന. നിന്റെ നിയോഗങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയും എൻ്റെ നിയോഗങ്ങൾക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതാണ് മധ്യസ്ഥ പ്രാർത്ഥന. ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ നാം മധ്യസ്ഥ പ്രാർത്ഥന നടത്തിയിട്ടുമുണ്ട്. ബൈബിളിൻ്റെ ചരിത്രം മുതൽ മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട്. ഉദാഹരണത്തിന് ലോത്തിനെയും കുടുംബത്തെയും രക്ഷിക്കാൻ അബ്രാഹാം പ്രാർത്ഥിക്കുകയും ദൈവം ആ പ്രാർത്ഥന കേൾക്കുകയും ചെയ്തതായി ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്. മോശയുടെ മധ്യസ്ഥ പ്രാർത്ഥന മൂലം ഇസ്രായേൽ ജനം അവരുടെ പാപങ്ങൾക്കുള്ള ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുന്നതായി സംഖ്യ, പുറപ്പാട് പുസ്തകങ്ങളിലും നാം വായിക്കുന്നുണ്ട്. പുതിയ നിയമത്തിലും മധ്യസ്ഥ പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ശതാധിപൻ തൻ്റെ ഭൃത്യൻ്റെ സൗഖ്യത്തിനായി മധ്യസ്ഥന്മാർ വഴിയാണല്ലോ യേശുവിനോട് ആവശ്യപ്പെടുന്നത്. അവിശ്രാന്തം ഉണർന്നിരുന്ന് എല്ലാ വിശുദ്ധർക്കും വേണ്ടി പ്രാർത്ഥിക്കുവിനെന്ന് പൗലോസ് അപ്പസ്തോലൻ പറയുന്നതും മധ്യസ്ഥ പ്രാർത്ഥനയുടെ ശക്തിയിലുള്ള വിശ്വാസം കൊണ്ടാണ്. ചുരുക്കത്തിൽ വളരെ ശക്തിയുള്ള പ്രാർത്ഥനയാണ് മധ്യസ്ഥ പ്രാർത്ഥന. അതുകൊണ്ട് നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന നടത്താം. അപ്പോൾ ദൈവം നമ്മെയും അനുഗ്രഹിക്കും. അതുകൊണ്ട് ഇനി മുതൽ എവിടെയെങ്കിലും ഒരാപത്തോ അപകടങ്ങളോ, എന്തിനേറെ പറയണം ഒരു ആംബുലൻസ് പോകുന്ന ശബ്ദമോ കേട്ടാൽ ഉടനെ ഒരു നന്മ നിറഞ്ഞ മറിയം ചൊല്ലാൻ നിങ്ങളും മറക്കരുതേ. ഈശോ അനുഗ്രഹിക്കട്ടെ.